ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ആരും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത എങ്ങോട്ടെങ്കിലും പോണം. അങ്ങനെ ഹരിസാറ് മോളെ വിട്ടിട്ട് വേണ്ടേ? അറിയിക്കണ്ടെന്ന മനസ്സില് അറിയിക്കാതെ പോണം. ഇനി ഹരിയേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. ചുമ്മാ വിഡ്ഢിത്തം പറയാതെ മോളെ. ഞങ്ങൾക്ക് ആർക്കും മോളൊരു ബുദ്ധിമുട്ടല്ല. എനിക്കറിയാം. പക്ഷെ ഈ സ്നേഹമെല്ലാം കൂട്ടിവെച്ച് എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി. എല്ലാവർക്കും അപമാനം വരുത്തി വെച്ച് ഒരു കുഞ്ഞുമായിട്ട് ഈ നാട്ടിൽ ഞാൻ താമസിക്കില്ല. കല്യാണം കഴിച്ച് വിടുന്നതിനെ കുറിച്ച് ഹരിസാർ ആലോചിക്കുന്നുണ്ട്. മോളോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഇനിയൊരു വിവാഹ ജീവിതം എനിക്ക് വേണ്ട. അത് ഞാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കാതെ ഇവിടെ നിന്നാ പലരുടെയും ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോകും. ആരും കാണാത്ത, ആരും അറിയാത്ത എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കും. എന്റെ കുഞ്ഞിന് വേണ്ടി. അപ്പു സ്കൂൾ വിട്ട് വന്നില്ലേ? അപ്പു വരാനുള്ള സമയമായില്ലല്ലോ. ഓ ഗൗരിയേച്ചി, സത്യത്തില് യൂറിന്റെ സ്മെല്ല് വന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ ഛർദിച്ചത്. കൺസീവായോ? എങ്ങനെ കൺഫേം ആയി? ഞാൻ കാർഡ് വാങ്ങിച്ചു നോക്കിയതാ. പോസിറ്റീവാ. കൺഗ്രാറ്റ്സ്. ശ്രദ്ധിക്കണം. സിദ്ധാർത്ഥനോട് ഒരു ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറ. അത് കഴിഞ്ഞാലേ കൺഫേം ചെയ്യാൻ പറ്റൂ. ചേടാ, ഒരു സന്തോഷമുണ്ടോ നോക്കി. വലിയൊരാള്. ഡോക്ടറെ, എന്റെ കുട്ടിയൊന്നുമല്ല അവളുടെ വയറ്റില്. അത് ഹരിശങ്കർ സാറിന്റെ കുട്ടിയാണ്. അർജുൻ, അനാവശ്യം പറയരുത്. സ്വന്തം പെങ്ങളെ പോലെ അമ്മേനെ ഹരിക്കും. അതെ, അതുകൊണ്ടാണല്ലോ ആരെ അറിയിക്കാതെ കൊണ്ടുപോയി താമസിപ്പിച്ചത്. ഇതുപോലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. വേണു, സത്യം പറയണം. എന്താ നിന്റെ മനസ്സില്? അച്ഛൻ എന്തിനെ കുറിച്ചാ ചോദിക്കുന്നത്? എന്താ മനസ്സിലായില്ലേ? ഗീതുവിനെ കുറിച്ചാ ഞാൻ ചോദിക്കുന്നത്. അംബികയും കുഞ്ഞും ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. അപ്പൊ പിന്നെ ഗീതുവിനെ കൂടെ കൂട്ടുന്നല്ലയോ നല്ലത്? പലവട്ടം ഇതിനുള്ള മറുപടി ഞാൻ അച്ഛനോട് പറഞ്ഞതാ. ഇനി എന്നെ കൊണ്ട് പറയരുത്. എടാ, അവൾക്ക് കോടിക്കണക്കിന് ആസ്തിയുണ്ട്. എന്തിനാ സ്വത്തുക്കളൊക്കെ കളയുന്നേ? നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ചുമ്മാ കെട്ട്. എന്നിട്ട് നിനക്ക് വേറെ ആരുടെയെങ്കിലും കൂടെ പോണെങ്കിൽ പൊക്കോ. അത് അവൾ അറിയായിരുന്ന പോലെ. എന്താടാ നോക്കുന്നേ? ബെസ്റ്റ് തന്തയാണല്ലോ വിചാരിക്കായിരുന്നു. ഓ പിന്നെ, ഇതൊക്കെ നാട്ടു നടപ്പല്ലോടാ. നീ ഒരു സത്യവാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. അച്ഛനറിയാവുന്ന പലതും ശരിയാ. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ അംബികയും കുഞ്ഞുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? അംബിക ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ട്. അവളിവിടുന്ന് രഹസ്യമായിട്ട് മാറ്റിയിരിക്കുന്ന അതിലെല്ലാത്തിലും SP ഹരിശങ്കറിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാ. എവിടെയായിരുന്നു അംബിക? ഈശ്വരൻ ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഹരിയേട്ടാ. മരണത്തിൽ നിന്ന് അവള് രക്ഷപ്പെട്ടത് ഒരു ഡോക്ടറുടെ കയ്യിലേക്ക് തന്നെ.
മരിക്കാൻ വേണ്ടി കാറിന് മുന്നിലേക്ക് ചാടി എന്നാ ഡോക്ടർ മാത്യുട്ടു പറഞ്ഞത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. കുട്ടിയെ അവളെ കണ്ടതോടെ കുട്ടിക്ക് ഒരുപാട് വ്യത്യാസം തോന്നി. അംബികയുടെ കൂടെ നിന്ന മോളെ പെട്ടെന്ന് റിക്കവറി ആവുമെന്ന് ഡോക്ടർ പറഞ്ഞു. അംബികയും കുഞ്ഞിനെയും ഡോക്ടറുടെ ഔട്ട് ഹൗസിലാക്കി. അവിടെ രോഗികളെ താമസിച്ച് ചികിത്സിക്കാറുണ്ട്. എന്താടി സിദ്ധു പറയും. എന്താ അത് പിന്നെ ഹരിയേട്ടാ, ഇവൾക്കിന്ന് രാവിലെ മുതൽ ഒരു തളർച്ചയും ഛർദിയൊക്കെ ആയിരുന്നു. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെയല്ല. ഏതാണ്ട് ഉറപ്പിക്കാം. അപ്പോ സങ്കടം മാറിയില്ലേ? മാറിയില്ലേന്നോ? ഇന്ന് ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസാ. ഏട്ടനോടും കൂടി പറയാൻ ധൃതി പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നന്നായി വരും. എല്ലാം നന്നായിട്ട് വരണേന്നാ ഏട്ടന്റെ പ്രാർത്ഥന. എന്താടാ കളപ്പുരക്കിൽ പൊട്ടിക്കാൻ മാത്രം നീ എന്ത് ബോംബാ ഗൗരി ഏൽപ്പിച്ചത്? പറയാ ചേച്ചി, തൊടുത്തു വിട്ടത് ബോംബൊന്നുമല്ല. എന്നാലും ഒരു കുടുംബം പൊട്ടിത്തെറിക്കാൻ മാത്രം വലിയ അമിട്ട. അതെന്താന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പറയാം. എന്താ സംഭവിക്കുന്നൊന്ന് അറിയട്ടെ. എന്തായാലും നശിപ്പിക്കണം അർജുന. നമ്മളെ ദ്രോഹിച്ചവർ മനസ്സമാധാനത്തോടു കൂടി ഇനി ഒരു ദിവസം പോലും ജീവിക്കരുത്. അതെന്റെ വാശിയാ. വാശി ചേച്ചിയേക്കാൾ 10 മടങ്ങാണ് എനിക്ക്. ഇന്ന് നാട്ടുകാർക്കും പോലീസുകാർക്കും നോട്ടപ്പുള്ളിയാണ് ഞാൻ. എവിടുന്ന തല്ല് വന്ന് വീഴാന്നറിയില്ല. എല്ലാറ്റിനും കാരണം മൈനയാ. മൈനയെ അങ്ങനെ ആക്കിയെടുത്തത് SP ഹരിശങ്കറാ. ആദ്യ ഹരിശങ്കർ അയാളുടെ വീട്ടിലുണ്ടാക്കുന്ന പൊട്ടിത്തെറി നാളെ മൈനയുടെ ജീവിതത്തിലേക്ക് പടർന്ന് കയറും. അറിയട്ടെ, ഹരിശങ്കറിന്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്ന അറിയട്ടെ. നീ എന്താ എത്ര നേരത്തെ കിടന്നത്? ചെറിയൊരു തലവേദന. എന്തുപറ്റി? പെട്ടെന്നൊരു തലവേദന വരാൻ? കഷ്ടകാലം തലവേദനയായിട്ട് കൂടെ കൂടുന്നതായിരിക്കും. നമുക്ക് നല്ല കാലമല്ലേ ഗൗരി? വീട്ടിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോകുന്നത് ഐശ്വര്യമല്ലേ? മാനസയുടെ സന്തോഷം കണ്ടില്ലേ? കണ്ടു. നിനക്കിത് എന്തു പറ്റി? ഇതൊന്നും അറിഞ്ഞിട്ടൊരു സന്തോഷമില്ലാത്തത്? ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുക, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതൊന്നുമല്ല, മനസ്സിൽ വേറെന്തോ കയറി കൂടിയിട്ടുണ്ട്. എന്താ ഗൗരി? പ്ലീസ് എന്നെ ഒന്ന് തനിച്ചു വിട്. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ തലവേദന. ബാം വല്ലതും പുരട്ടണോ? വേണ്ട, തനിയെ മാറിക്കൊള്ളും. മാറിയാ മതിയായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? പ്ലീസ്, ഞാനൊന്ന് ഉറങ്ങാൻ ശ്രമിക്കട്ടെ. ഓക്കെ. ഇപ്പോ വളരെ ഹാപ്പിയാണല്ലേ? ഹാപ്പി ആവണം. ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏത് ഭർത്താവും സന്തോഷത്തിലായിരിക്കും. നീയും അങ്ങനെ ആയിരിക്കണം. മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല എന്ന് നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാം. നിനക്കൊരു കുട്ടിയാവുന്നു എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. മാനസ ഒരു അമ്മയാകാൻ പോകുന്നുവെന്നാ. അവളുടെ സന്തോഷം മാത്രമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് ഇനി അവളും കുഞ്ഞും മാത്രമായിരിക്കണം നിന്റെ ലോകം. മറ്റൊന്നും ചിന്തിക്കരുത്. മറ്റാരെയും ജീവിതത്തിലേക്ക് വലിച്ചഴക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായി. മാനസയെ ചതിക്കുന്ന ഒരു ഭർത്താവായിരിക്കില്ല ഒരിക്കലും ഞാൻ. എന്റെ കുഞ്ഞിനും ഏറ്റവും നല്ല അച്ഛനായിരിക്കും ഞാൻ. പക്ഷേ ഈ ഒരു കുഞ്ഞു മാത്രമല്ലല്ലോ,
മൈനയും അത് മറക്കണം സിദ്ധാർത്ഥ. നിന്റെ ജീവിതത്തിൽ അടഞ്ഞ അധ്യായമായിരിക്കണം അത്. മൈനയും കുഞ്ഞിനെയും നീ ഒരിക്കലും കാണില്ല. അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിരിക്കും. ഹരിയേട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു? അവളെ എന്റെ കണ്ണെത്തത്തെ എവിടേക്കെങ്കിലും മാറ്റുമോ? അതൊന്നും നീ അറിയണ്ട. മൈന നിന്റെ ജീവിതത്തിൽ ഒരു അധികപ്പറ്റാണ്. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ. മനസ്സിന്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ നീ? അതില്ലാതാക്കരുത്. സ്നേഹിക്കുക. അവളെയും കുഞ്ഞിനെയും മാത്രം സ്നേഹിക്കുക. അങ്ങനെയല്ലാത്തൊരു സിദ്ധാർത്ഥനെ ഞാൻ കാണേണ്ടി വരരുത്. വന്നാൽ ഇങ്ങനെയായിരിക്കില്ല എന്റെ പ്രതികരണം. അമ്മിണിയമ്മയോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു ഇവിടെ വന്നിങ്ങനെ നിലത്ത് കിടക്കണ്ടെന്ന്. അപ്പുറത്തെ മുറി വെറുതെ കിടക്കുമല്ലേ? മോൾ എത്ര പറഞ്ഞാലും ഞാൻ ഇവിടെ കിടക്കും. ഗർഭിണികളെ ഒറ്റയ്ക്ക് കിടത്തിക്കൂടാ. രാത്രി ഒന്ന് പേടിച്ച് നടുങ്ങിയാ മതി. കുഞ്ഞിനാ കേട്. പിന്നെ രാത്രി യാത്രക്കാരായ കിന്നരന്മാർ ഗർഭത്തിൽ പിള്ളയുടെ പിന്നെ വാഴ്വും ചാവും നോക്കാൻ വരും. കൂടെ ആളില്ലെങ്കിൽ ചാവും, ആളുണ്ടെങ്കിൽ വാഴുവെന്നാ കണക്ക്. ഞാൻ ഈ മുറി വിട്ടു പോയില്ല. പ്രാർത്ഥിച്ചു കിടന്നോ. ചീത്ത സ്വപ്നങ്ങളൊന്നും കാണരുത്. മനസ്സിലായില്ലേ? ഈശ്വരനെയും ഈശ്വരനൊപ്പം കുഞ്ഞിന്റെ അച്ഛനെയും ചിന്തിച്ചുറങ്ങണമെന്നാ. ആ രണ്ടുപേരും ഇല്ലെങ്കിൽ ഒരു പെണ്ണിന് ഭാഗ്യം ഉണ്ടാകോ? ആ, ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ തുണ. നിനക്കൊരു കുട്ടിയാവുന്നു എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. മാനസ ഒരു അമ്മയാകാൻ പോകുന്നുവെന്നാ. അവളുടെ സന്തോഷം മാത്രമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് ഇനി അവളും കുഞ്ഞും മാത്രമായിരിക്കണം നിന്റെ ലോകം. മറ്റൊന്നും ചിന്തിക്കരുത്. മറ്റാരെയും ജീവിതത്തിലേക്ക് വലിച്ചഴക്കരുത്. എന്തുപറ്റി? ഒന്നുമില്ല. എന്നോടുള്ള ദേഷ്യമാണോ ഇപ്പോഴും മനസ്സില്? ഇല്ല. എനിക്കങ്ങനെ തോന്നുന്നു. തോന്നലുകൾ പലപ്പോഴും ശരിയായിരിക്കില്ല. മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യന്ത്രം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇവിടെ മനുഷ്യർ തമ്മിൽ തല്ലി ചത്തൊടുങ്ങിയേനെ. നിന്റെ മനസ്സ് എനിക്കറിയില്ല, എന്റെ മനസ്സ് നിനക്കും. ആർക്കും ആരെയും പൂർണ്ണമായിട്ട് അറിയില്ല. അറിയാമെന്നുള്ള മിഥ്യാധാരണയാ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി ഒന്നും പറയണ്ട. എനിക്കെന്റെ സിദ്ധുവിനെ അറിയാം, ശരിക്കും അറിയാം. അത് മതി. എനിക്ക് ശരിക്കും കുറ്റബോധമുണ്ട് സിദ്ധു. അംബികയുടെ കുഞ്ഞിനെ അവഗണിച്ചതിൽ എനിക്ക് ശരിക്കും പശ്ചാത്താപമുണ്ട്. അത് മറന്നേക്ക്. എല്ലാം നീ പറഞ്ഞു കഴിഞ്ഞതല്ലേ? ആണ്. പക്ഷേ ഇപ്പൊ എന്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ?
ഞാൻ ആലോചിക്കുക, ഭാവിയിൽ എന്റെ കുഞ്ഞിനാണ് ഇങ്ങനൊരു ദുർവിധി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അങ്ങനെ ആലോചിക്കുമ്പോ ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റാ. ആവർത്തിക്കില്ല ഇനി ഒരിക്കലും. നിന്റെ മനസ്സ് മതി നീ പറഞ്ഞതെല്ലാം മറക്കാനും പൊറുക്കാനും. ചില തെറ്റുകൾ അങ്ങനെയല്ല. എത്ര മനസ്സ് തുറന്ന് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാലും മറക്കാൻ പറ്റില്ല, പൊറുക്കാൻ പറ്റില്ല. അരവിന്ദേട്ടൻ ഒരു തീരുമാനം പറയണം. എന്റെ മോളെ ഇനി ഇങ്ങനെ നിർത്താൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാനാ ലക്ഷ്മി? അവൻ അമ്പിനും വില്ലിനും അടുക്കണ്ടേ എന്ന് പറഞ്ഞാലൊക്കോ? ഗർഭിണിയായ പെങ്കൊച്ച അതിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നിന്നാ നാട്ടുകാരറിഞ്ഞ് നാണക്കേടാവില്ലേ? അത് മോളും കൂടി ആലോചിക്കേണ്ടായിരുന്നു. എന്റെ മോള് മാത്രമല്ലല്ലോ കുറ്റക്കാരി. മോള് മാത്രമല്ല ലക്ഷ്മി, ആൺപിള്ളേരങ്ങനെ പല കോലങ്ങളും കെട്ടും. അതിനൊപ്പം തുള്ളാൻ നിൽക്കരുത് പെൺപിള്ളേര്. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ള ചെറുക്കനെ കൊണ്ട് ദേഹത്ത് തൊടാൻ സമ്മതിപ്പിച്ചപ്പോ എന്ത് വിചാരിച്ചു നിന്റെ മോള്? കെട്ടിയ പെണ്ണിനെയും കളഞ്ഞിട്ട് കൂടെ കൂട്ടുവന്നോ? അങ്ങനെ കൂടിയാൽ തന്നെ അത് നിലനിൽക്കോ ലക്ഷ്മി? നിന്റെ മോളെന്താ അത് ആലോചിക്കാത്തത്? എന്റെ മോക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു പരിഹാര മാർഗം പറ. എനിക്കൊരു പരിഹാരവും തോന്നുന്നില്ല. അരവിന്ദേട്ടൻ എന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ. കെട്ടില്ല എന്ന് പറയുന്ന ചെറുക്കനെ ബലമായിട്ട് പിടിച്ച് കെട്ടിക്കാൻ പറ്റുമോ? പറ്റണം. എന്റെ മോളുടെ ഭാവിയാ എനിക്ക് വലുത്. എന്റെ ഭാവിയാ എനിക്കും വലുത്. കണ്ടവന്റെ കൊച്ചിനെ വളർത്തി ജീവിതം കളയാണെന്ന് എന്നെ കിട്ടില്ല. കണ്ടവന്റെ കൊച്ചോ? എന്റെ മോളെ പറഞ്ഞു മയക്കി നീ ഗർഭിണിയാക്കിയിട്ട് ഇപ്പൊ നീ കൈ ഒഴിയുന്നോ? ഞാൻ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും. നിങ്ങൾ ആർക്ക് പരാതി കൊടുത്താലും എന്റെ തീരുമാനം മാറ്റില്ല. എത്ര ഭീഷണിപ്പെടുത്തിയാലും തള്ളയും പിള്ളയും ഒരുമിച്ച് ഏറ്റെടുക്കുക എന്നെ കൊണ്ട് വയ്യ. അതിനുവേണ്ടി ആരും നിന്ന് മഞ്ഞ് കൊള്ളുകയും വേണ്ട. നടക്കില്ല. ഇതിന് ഞാൻ പരിഹാരം കാണും അരവിന്ദേട്ടാ. അവനെ കൊണ്ട് ഞാൻ മൂക്കൊണ്ട് ഇച്ഛ വരപ്പിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അച്ഛനും മോനും കൂടി ഇച്ഛ വരയ്ക്കാൻ തയ്യാറായിക്കോ. ഇതൊക്കെ വരുത്തി വെച്ച് നിങ്ങൾ ഒറ്റ ഒരാളാ അനുഭവിച്ചോ? എല്ലാവരും കൂടെ എന്നെ ശിക്ഷിക്കില്ലമ്മേ. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. അത് പ്രകൃതി നിയമമാണ്. നിനക്ക് വേണ്ടി ആ നിയമം മാറ്റാനാവില്ല അമ്മയ്ക്ക്. ശരിയാണ്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവനേക്കാൾ എളുപ്പം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുന്നവൻ ശരി. പണം, പദവി, അതൊക്കെയായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പരക്കം പാച്ചില് സ്നേഹിച്ചവരെയും കാത്തിരുന്നവരെയും കാണാനുള്ള കണ്ണുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോ ഞാൻ തട്ടിപ്പറിച്ചെടുത്തതിനും സമ്പാദിച്ചു കൂട്ടിനൊന്നും ഒരു വിലയില്ലെന്ന് ഞാനിന്ന് തിരിച്ചറിയണമേ. കൈവിട്ടു പോയാലും ഞാൻ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിലുമാണ് എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത് ഞാൻ അറിയുന്നു. കാറ്റ് നിറഞ്ഞൊരു ബലൂൺ പോലെയാണ് ഇന്നെൻ്റെ അവസ്ഥ. ഒരു മുൾമുന മതിയമ്മേ ഞാനില്ലാതെ അവൻ. സ്വയം ക്ഷണിച്ചു വരുത്തിയതാണ് നീ. നന്മ ചൊല്ലിത്തന്നവരെയും നേർവഴി കാട്ടിയവരെയും നീ കണ്ടില്ല. നിന്നെ ഓർത്ത് ഞാൻ ഒഴിക്കിയ കണ്ണീര് പോലും എന്റെ മോൻ കണ്ടില്ല. ഏൽക്കുന്നു എല്ലാം.
ചെയ്തു പോയ തെറ്റുകളുടെ ശാപമോ ശിക്ഷയോ ഏൽക്കാൻ ഞാൻ. പക്ഷെ അമ്മ, ഗീതു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഏത് തിരുനാളത്തിൽ തൊട്ടോ ഏത് മൂർത്തിയുടെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യാൻ ഞാൻ. ഗീതുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഉത്തരവാദി ഞാനല്ല. അമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ഗീതു പറയുന്നത് നേരോ നുണയോ അത് തെളിയിക്കേണ്ട കടമ നിന്റെയാ. അതിന് അവള് കൂടി തയ്യാറാവണ്ടേ? അവളുടെ ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. സഹിക്കാൻ കഴിയാത്ത നിലവന്ന വന്ന് തീരും അവള്. കൊല്ലി ഞാനോ. വിളക്ക് തെളിഞ്ഞിരിക്കുന്ന നേരത്ത് അരുതാത്ത ഒന്ന് ചിന്തിച്ചു കൂട്ടണ്ട നീ. എല്ലാത്തിനു മുമ്പ് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്.